നടിയെ ആക്രമിച്ച കേസിൽ പ്രതികൾക്ക് 20 വർഷം കഠിന തടവ്. ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തടവും പിഴയും ശിക്ഷ വിധിച്ചത്. പ്രതികൾ ജയിലിൽ കിടന്ന കാലയളവ് കുറച്ചുള്ള ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നും കോടതി വ്യക്തമാക്കി. 1 മുതൽ 6 വരെ പ്രതികളായ പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജീഷ്, സലിം, പ്രദീപ് തുടങ്ങി മുഴുവൻ പ്രതികൾക്കും കൂട്ടബലാത്സംഗ കുറ്റത്തിന് 20 വർഷം തടവും 50,000 രൂപ പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. ഇതിനു പുറമെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റത്തിനും 20 വർഷം തടവും 50,000 രൂപ പിഴയും കോടതി വിധിച്ചു. തട്ടിക്കൊണ്ടുപോകൽ കുറ്റത്തിന് 10 വർഷം തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഒന്നാം പ്രതി പൾസർ സുനിക്ക് IT ആക്ട് പ്രകാരവും തടവും പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അതായത് ആകെ 3,4 ലക്ഷം രൂപയാണ് പൾസർ സുനി പിഴയൊടുക്കേണ്ടതായി വരുന്നത്. രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിക്ക് തെളിവ് നശിപ്പിക്കൽ കുറ്റത്തിന് 3 വർഷം തടവും 25,000 രൂപ പിഴയും അധികമായി വിധിച്ചു. മാർട്ടിൻ 1,50,000 ലക്ഷം രൂപയും മറ്റ് 4 പ്രതികൾ 1,4 ലക്ഷം രൂപയും പിഴയൊടുക്കണം. വലിയ ശിക്ഷയായ 20 വർഷം കഠിന തടവാണ് പ്രതികൾ ഒന്നിച്ചനുഭവിക്കേണ്ടി വരിക. എന്നാൽ പ്രതികൾ ജയിലിൽ കിടന്ന കാലയളവ് കുറച്ചുള്ള ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നും കോടതി വ്യക്തമാക്കി. ഏറ്റവും കുറഞ്ഞ ശിക്ഷ മാത്രമാണ് പ്രതികൾക്ക് ലഭിച്ചതെന്നും അതിൽ നിരാശയുണ്ടെന്നും ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജകുമാർ വ്യക്തമാക്കി. ഇത് പാർലമെന്റ് പറഞ്ഞിട്ടുള്ള ഏറ്റവും മിനിമം കൊടുക്കേണ്ട ഒരു സെന്റൻസ് മാത്രമാണ് ഈ കോടതി നൽകിയിട്ടുള്ളത്. ഇത് സമൂഹത്തിൽ അങ്ങേ അറ്റത്തെ തെറ്റായ ഒരു സന്ദേശം നൽകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി ഈ ശിക്ഷാവിധിക്ക് കുറഞ്ഞുപോയതിനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ നൽകുവാനായിട്ട് സർക്കാരിന് ശുപാർശ ചെയ്യും. പ്രതികളുടെ പ്രായം, അവരുടെ കുടുംബ സാഹചര്യം, ഒന്നാം പ്രതി ഒഴികെ ബാക്കിയുള്ളവർക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദവും കണക്കിലെടുത്താണ് ശിക്ഷ പ്രഖ്യാപിച്ചതെന്ന് കോടതി ഉത്തരവിലുണ്ട്. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുക അതീവിതയ്ക്കായി നൽകണം. തൊണ്ടി മുതലായ മൊബൈൽ ഫോണും പെൻഡ്രൈവും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കസ്റ്റഡിയിൽ സൂക്ഷിക്കണം. അപ്പീൽ കാലാവധിക്ക് ശേഷം മാത്രമേ ഇവ നശിപ്പിക്കാൻ പാടുള്ളൂവെന്നും പ്രിൻസിപ്പൽ സെക്ഷൻ ജഡ്ജ് ഹണിയം വർഗീസിന്റെ ഉത്തരവിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.